മുകേഷുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതെ, മുഖ്യമന്ത്രിയെ കണ്ട് മുകേഷിനെ നീക്കണം എന്ന് ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPI. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നത്. മുകേഷ് നിയമസഭാംഗത്വത്തിൽ നിന്ന് മാറി നിന്നേ തീരൂ എന്നാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതാണ് ഇക്കാര്യത്തിൽ CPIയുടെ നിലപാട്. അപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല, മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി തന്നെ മുകേഷിനെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയോട്. അതെ, കേസെടുത്ത പശ്ചാത്തലത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുകേഷ് മാറി നിൽക്കണമെന്ന് CPI ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എക്സിക്യൂട്ടീവിന് ശേഷം തന്നെ CPI ഒരു നിലപാട് ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നു. ഘടകകക്ഷി ആ ഒരു വിയോജിപ്പ് നേരിട്ടറിയിക്കുകയാണ് അല്ലേ? CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത്. വൈകുന്നേരമായിരുന്നു ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ നിലപാട് ലൈംഗിക ആരോപണം നേരിടുന്ന ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട മുകേഷ് നിയമസഭാംഗത്വം ഒഴിയണമെന്നാണ്. രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മുകേഷ് MLA സ്ഥാനത്ത് നിന്ന് മാറിയേ തീരുവെന്ന നിലപാടാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന് വേണ്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി അറിയിച്ചത്. ഇത് പാർട്ടി നിലപാടാണ്. ഈ നിലപാടിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന കാര്യവും CPI നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രിയെയും ഈ നിലപാട് അറിയിക്കാൻ ഉച്ചയ്ക്ക് ചേർന്ന എക്സിക്യൂട്ടീവിൽ ധാരണയായിരുന്നു. ഇതനുസരിച്ചാണ് ബിനോയ് വിശ്വം കണ്ടത്. MV ഗോവിന്ദൻ മാസ്റ്ററേയും ബിനോയ് വിശ്വം കണ്ടിട്ടുണ്ട്. എന്തായാലും CPI ഉന്നയിച്ചിരിക്കുന്ന ഈ നിലപാട് CPM നാളെ ചർച്ചയ്ക്കെടുക്കും. നാളെ രാവിലെ CPMന്റെ പൂർണ്ണ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. മറ്റന്നാൾ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായുള്ള സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്നാൽ MLA സ്ഥാനത്ത് നിന്ന് മുകേഷിനെ രാജിവെപ്പിക്കേണ്ടതില്ല എന്നാണ് ഇന്ന് നടന്ന CPIMന്റെ അവൈലബിൾ സെക്രട്ടറി യോഗത്തിലുണ്ടായ ധാരണ. രാഷ്ട്രീയവും നിയമപരമായ പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ പോലും MLA സ്ഥാനം രാജിവെപ്പിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്നതാണ് CPIMന്റെ കാഴ്ചപ്പാട്. ശ്രീജിത്ത്, അതിപ്പോൾ CPIയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി വന്നുപെട്ടല്ലോ. പ്രതിപക്ഷം ഇപ്പോൾ തന്നെ സമരരംഗത്തുണ്ട്. മുകേഷിനെ രാജിവെപ്പിക്കണം, പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നണിക്കകത്തെ രണ്ടാമത്തെ പ്രബല കക്ഷി മുഖ്യമന്ത്രിയെ നേരിട്ട് ഇക്കാര്യം കണ്ട് ആവശ്യപ്പെടുമ്പോൾ ചെറിയ പ്രതിരോധം പോരല്ലോ ഇനി CPMന്. മുകേഷിന്റെ രാജി എന്നത് CPIMന്റെ അകത്തോ CPIക്കകത്തോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. അതിപ്പോൾ മുന്നണിയിലെ ഒരു തർക്ക വിഷയമായി വളരുന്നു എന്നതാണ് CPIയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പരിണതി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. കാരണം CPI ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അവർ ഈ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ആവശ്യം തന്നെയാണ് എന്ന് അറിയാത്തതല്ല. കാരണം അടുത്ത കാലത്തായി CPI സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം അതിന് വഴങ്ങേണ്ടി വരുന്ന ഒരു സമീപനം CPIMന് എടുക്കേണ്ടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഉണ്ടായ തർക്കം, രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് ലഭിച്ചെങ്കിലുള്ള കർശന നിലപാട് CPI സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടു. ആ നിലപാട് ബിനോയ് വിശ്വം ഉഭയകക്ഷി ചർച്ചയിൽ CPM നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെ സീറ്റ് CPIMന് നൽകേണ്ടി വന്നു. അങ്ങനെ സമീപകാലത്ത് ആദ്യമായി 2 ഒഴിവുന്ന സീറ്റുകളിൽ ഒരെണ്ണം പോലും CPIMന് ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി. അപ്പോൾ CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നു. കാരണം അത് മുന്നണിയുടെ കെട്ടുറപ്പിനെയും മറ്റും ബാധിക്കുന്നു. ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പോലുള്ള വലിയ രാഷ്ട്രീയ വെല്ലുവിളികളാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ CPIയുടെ അഭിപ്രായം കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയാൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മാത്രമല്ല CPIയും ഇത് നേടിയെടുക്കാൻ വേണ്ടി ഉന്നയിക്കുന്ന ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു തോൽക്കുന്ന കളിക്ക് CPIയെ പോലെ രാഷ്ട്രീയ പാർട്ടി നിൽക്കുമെന്നും കരുതുക വയ്യ. ശ്രീജിത്ത്, അതോടൊപ്പം CPIക്കകത്ത് ഒരു ഏകാഭിപ്രായം ഇക്കാര്യത്തിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആനിരാജയൊക്കെ തുടക്കം മുതൽ പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് പ്രകാശ് ബാബുവിനെ പോലെയുള്ള ചില നേതാക്കൾ പറഞ്ഞതല്ലാതെ പരസ്യമായ അങ്ങനെ ഒരു ആവശ്യമുണ്ടായില്ല. പക്ഷേ കമ്മിറ്റിക്കകത്ത് മുകേഷ് മാറണം എന്ന അഭിപ്രായത്തിന് തന്നെ ഭൂരിപക്ഷ പിന്തുണ കിട്ടുകയായിരുന്നു അല്ലേ? CPIയുടെ ദേശീയ നേതൃത്വം തുടക്കം മുതൽ തന്നെ നേരിടുന്ന മുകേഷ് നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന സമീപനത്തിലായിരുന്നു. ദേശീയ സെക്രട്ടറി അംഗമായ ആനി രാജ നേരത്തെ തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ആ നിലപാട് ആവർത്തിച്ചു, ഇന്നും അത് ആവർത്തിച്ചു. ഇത് CPIയുടെ ദേശീയ സെക്രട്ടറി അംഗം മാത്രമല്ല ആനി രാജ, മഹിളാ സംഘടനയായ മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷ കൂടിയാണ് അവർ. അപ്പോൾ അത്തരമൊരു സമീപനം അവർക്ക് എടുക്കാം. ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് K പ്രകാശ് ബാബു. അദ്ദേഹം കേരളത്തിലെ ചുമതലകൾ ഒഴിഞ്ഞപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിനും ഈ സമീപനം എടുക്കാവുന്നതാണ്. എന്നാൽ
സംസ്ഥാന നേതൃത്വത്തിന് ആ സമീപനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടി ആലോചിക്കണം. അതുകൊണ്ടാണ് നിലപാട് പരസ്യപ്പെടുത്താതെ CPI സംസ്ഥാന നേതൃത്വം ഒരല്പം പരിങ്ങി നിന്നത്. കാരണം നിലപാടെടുത്ത് CPI മുന്നോട്ട് വരുമ്പോൾ മുന്നണിയിലെ തർക്ക വിഷയമായി അത് മാറുമെന്ന കാര്യത്തെക്കുറിച്ച് CPIക്ക് ബോധ്യമുണ്ട്. അപ്പോൾ സർക്കാരിനെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കേണ്ടതില്ല. ഈ കാര്യത്തിൽ തീരുമാനം CPIയും എടുക്കട്ടെ എന്ന സമീപനമാണ് സംസ്ഥാന നേതൃത്വം പുലർത്തിയത്. എന്നാൽ കാര്യങ്ങൾ മാറി പറഞ്ഞു. മുകേഷിനെതിരെ കേസുണ്ടായിരിക്കുന്നു. കേസിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തപ്പെടുന്നു. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി മുകേഷിനെ സംരക്ഷിക്കുന്ന സമീപനം എടുത്താൽ ഇത് ഇടതുപക്ഷ രാഷ്ട്രീയ നൈതികതയ്ക്ക് ചേർന്നതല്ല, ഒട്ടും യോജിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെയൊന്നും മറച്ചു പിടിക്കുക, പ്രതിരോധിക്കുക സാധ്യമല്ല എന്നും CPI തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് ഒന്നടങ്കം ഈ മുകേഷിന്റെ രാജി എന്ന ആവശ്യത്തിലേക്ക് വന്നത്. സംസ്ഥാന നേതൃത്വത്തിനും അതിനോട് വലിയ തോതിൽ വിയോജിപ്പില്ലായിരുന്നു. കാരണം എന്നാൽ അവരെ ആശങ്കപ്പെടുത്തിയത് ഇത് മുന്നണി ബന്ധങ്ങളെ ബാധിക്കുമോ, അല്ലെങ്കിൽ സർക്കാരിനെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന വിഷയമായി ഇത് വളരുമോ എന്നതായിരുന്നു. എന്നാൽ ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന സമീപനത്തിലേക്ക് CPI എത്തി. അതിന് കാരണം തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ഈ കോൺഗ്രസ് MLA-മാർക്ക് നേരെയുണ്ടായ ആരോപണങ്ങളിൽ അവർ MLA സ്ഥാനം ഒഴിഞ്ഞില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ CPM ഈ കാര്യങ്ങളെല്ലാം നേരിട്ടിരുന്നത് മുകേഷിന്റെ കാര്യത്തിൽ. പക്ഷേ ഇതിപ്പോൾ പ്രബല കക്ഷി തന്നെ ഇത്തരത്തിലുള്ളൊരു നിലപാടിലെത്തുമ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം ഇത്രയധികം വ്യാപകമായി ഇനി തുടർന്നുള്ള ദിവസങ്ങളിലുമെല്ലാം കത്തിപ്പടരാനുള്ള സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇനി CPIM-ന്റെ ഒരു നീക്കം, ശ്രീജിത്ത്? മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI മുകേഷിനെ നിയമസഭാംഗത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ, അവരുടെ പല നേതാക്കളും പരസ്യമായി കൂടി ഉന്നയിച്ച സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാൻ നിർബന്ധിതമാവുകയാണ് CPI നേതൃത്വം. ഇന്ന് ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം മുകേഷിനെതിരെ കേസെടുത്ത സാഹചര്യവും കേസിന്റെ മറ്റു കാര്യങ്ങളുമാണ് വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുത്തത്. അതിന് MLA സ്ഥാനത്ത് നിന്ന് മുകേഷിനെ രാജിവെപ്പിക്കേണ്ടതില്ല എന്നതിന് CPM കാണുന്ന ചില പ്രശ്നങ്ങൾ. സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്നതാണ്. ഏതെങ്കിലും MLA-ക്കെതിരെയോ കെട്ടിച്ചമച്ചതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഒരു പരാതി വന്നാൽ ഈ രാജിവെക്കണമെന്ന തീരുമാനം പൊടുന്നനെ വരുന്നത് അത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കുമെന്നായിരുന്നു ആശങ്ക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ കാര്യത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനായി തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് MLA സ്ഥാനം തിരികെ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് തീരുമാനമെടുത്തത്. എന്നാൽ കോൺഗ്രസ് ഇന്ന് മാത്രമാണ് മുകേഷ് രാജിവെക്കണമെന്ന കർശന സമീപനത്തിലേക്ക് വന്നത്. ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരും പറഞ്ഞിരുന്നത് രാജി തീരുമാനം CPIM-ന് വിടുന്നു എന്നതാണ്. മുകേഷിന്റെ രാജി CPIM-ന് തീരുമാനിക്കാമെന്നാണ്. എന്നാൽ CPI അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാർ പരസ്യമായ നിലപാടെടുത്തോടെ ഇന്ന് ആ നിലപാട് മാറ്റിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായി, പ്രതിപക്ഷ നേതാവും നിർബന്ധിതമായി. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുകേഷ് രാജിവെക്കണം എന്ന് തന്നെ മാധ്യമങ്ങളത് തെറ്റായി നൽകുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണം നടത്തിയത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകൾ ഇതുവരെ CPIM തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു. നേരത്തെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും മറ്റും ആരോപണം ഉയർന്നപ്പോൾ CPIM-ഉം എൽദോസ് കുന്നപ്പള്ളിയുടെ രാജി ഖണ്ഡിതമായി ആവശ്യപ്പെട്ടു വിടുന്നു, കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്നാണ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട്. അത് തിരിച്ചും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാര്യത്തിൽ ഒരു പരസ്പര സഹായ സഹകരണ സംഘമായി വളരുന്നതിനിടെയാണ് CPI കർശനമായ ഒരു സമീപനമെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് ഈ കാര്യത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം. തീർച്ചയായും ശ്രീജിത്ത്, അതോടൊപ്പം ബിനോയ് വിശ്വം ഇതിനോടകം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ? ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുത്ത് ബിനോയ് വിശ്വത്തെ മടക്കുക സാധ്യമല്ല. കാരണം കേരളത്തിലെ LDF സംവിധാനത്തിന്റെ അധ്യക്ഷൻ, ആ LDF സംവിധാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിന്റെ കൺവീനറാണ് EP ജയരാജൻ. അപ്പോൾ ഈ മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞ് ബിനോയ് വിശ്വത്തെ മടക്കുക എളുപ്പമല്ല. ഇക്കാര്യം അദ്ദേഹത്തിന്റെ പാർട്ടിയായ CPIM-ൽ ആലോചിക്കണം. നാളെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം അവിടെ ചർച്ചയ്ക്ക് വന്ന ശേഷമായിരിക്കും CPIM-ന്റെ നിലപാട് എന്താണെന്ന കാര്യം ബിനോയ് വിശ്വത്തെ ഔദ്യോഗികമായി അറിയിക്കും. തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല,
എം മുകേഷ് ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേസെടുത്ത പശ്ചാത്തലത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട പശ്ചാത്തലത്തിൽ രാജിവെക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ കൃത്യമായ നിലപാട് എന്ന കാര്യം ബിനോയ് വിശ്വം കൂടിക്കാഴ്ചയിൽ അറിയിച്ചിട്ടുണ്ട്. അത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കും. അത് CPIയെ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ ഈ നയരൂപീകരണ സമിതിയിൽ നിന്ന് വരെ മുകേഷ് ഇതുവരെ രാജിവെച്ചിട്ടില്ല. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നൊക്കെ ഷാജി എം കരുൺ പറഞ്ഞിട്ട് ഇപ്പോൾ 48 മണിക്കൂർ പിന്നിടുകയും ചെയ്തു. അതുപോലും ചെയ്തിട്ടില്ല മുകേഷ്. അപ്പോഴാണ് മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് CPI തന്നെ ആവശ്യപ്പെടുന്നത്. വലിയ സമ്മർദ്ദം CPM-ന് മേൽ വരികയാണല്ലേ? തീർച്ചയായും CPIM-ന് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം വരുന്നു. അത് പ്രതിപക്ഷത്തു നിന്നല്ല, മറിച്ച് മുന്നണിക്കകത്തു നിന്ന് തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവിടെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിന്റെ രാജിയുടെ കാര്യത്തിലുള്ള സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കൂടി പരാമർശിക്കുന്നത് ഒന്ന് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം രഞ്ജിത്ത് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിനായിരുന്നു CPIM-ലും പ്രാമുഖ്യമുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമായി മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIയുടെ നിലപാട് അറിയിച്ചത്. രഞ്ജിത്ത് രാജിവെച്ചേ മതിയാകൂ, മാറി നിന്നേ മതിയാകൂ എന്ന് അറിയിച്ചത്. അതിന്റെ ഫലമായിട്ട് കൂടിയാണ് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. അത് CPIക്ക് കേവലം ഈ ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല രഞ്ജിത്തിനെതിരെ ഒരു കർശന നിലപാടെടുത്തത്. CPIയുടെ പ്രതിനിധിയായി ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിരിക്കുന്ന ആളുകളോട് വരെ മോശമായി പെരുമാറിയെന്ന പരാതി മാത്രമല്ല, ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സ്വേച്ഛാധിപത്യപരമായ നടപടികൾ, തീരുമാനങ്ങൾ എന്നിവയോടെല്ലാം CPIക്ക് കർശനമായ എതിർപ്പുണ്ടായിരുന്നു. അവാർഡ് നിർണയ വിവാദത്തിലടക്കം CPI ഇടപെട്ടിരുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ ഒന്നും രഞ്ജിത്തിനെ രാജിവെക്കണം, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. പരിഹാരം കാണണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിനെതിരെ കർശനമായ സമീപനത്തിലേക്ക് CPI മാറുകയായിരുന്നു. അതാണ് വേഗത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും നാളെ ഒരു ദിവസം വളരെ നിർണായകമായി മാറുകയാണ്. CPIന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPI മുന്നോട്ട് വെച്ച ഈ M മുകേഷിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണം, രാജിവെപ്പിക്കണം എന്നുള്ള ആവശ്യത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കും. ആ ചർച്ചയിൽ CPIM എടുക്കുന്ന നിലപാടായിരിക്കും മുകേഷ്. ഞാൻ വരാം ശ്രീജിത്തിലേക്ക്.